കണ്ണൂർ വിഷന്റെ ടവർ ഇനാഗ്രേഷൻ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു. സമയത്തിനൊക്കെ തന്നെ റിബൺ കട്ടിംഗ് സെറിമണിയിലൂടെ ഇനോഗ്രൽ സെറിമണി നിർവഹിക്കുകയാണ്. ഇനോഗ്രൽ സെറിമണിക്ക് ശേഷമുള്ള ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിലേക്ക് നമ്മളിവിടെ കടക്കുന്നു. ലൈവായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഏവർക്കും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മുടെ കണ്ണൂർ വിഷൻ ടവറിനെ സ്വാഗതം ചെയ്യാം. അവിടെയുള്ള ഇനോഗ്രൽ സെറിമണീസ് കഴിഞ്ഞതിന് ശേഷം വേദിയിലുള്ള കാര്യപരിപാടികളിലേക്ക് നമ്മളിവിടെ കടക്കുന്നതായിരിക്കും. ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. ജനങ്ങളുടെ ഭംഗി സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് ധന്യമാക്കാനായി ഒരുപാട് വിശിഷ്ടാതിഥികൾ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് ഈവനിങ് ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രോഗ്രാമിലുമായിട്ട് ഒരുപാട് പേരാണ് നമ്മുടെ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമാകുന്നത്. നമ്മുടെ കണ്ണൂർ വിഷൻ ടവർ വിസിറ്റ് ചെയ്യുന്ന രംഗമാണ് നമ്മൾ കണ്ണൂരിൽ സൗരവേൽഡ് മുഴുവൻ വിസിറ്റ് ചെയ്ത് അതിൻ്റെ മറ്റ് കാര്യപരിപാടികളും അവിടെ കഴിഞ്ഞതിന് ശേഷം വേദിയിലേക്ക് നമ്മളോടൊപ്പം ഓണറബിൾ മിനിസ്റ്ററും മറ്റ് വിശിഷ്ടാതിഥികളും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കാര്യപരിപാടിക്ക് വേദിയിലെ കാര്യപരിപാടികൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് COA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർക്കലാണ്. കെവി സോളാർ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ അവർക്കലാണ്. ഇതോടൊപ്പം തന്നെ കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം NOCയുടെ ഇനോഗ്രൽ സെറിമണിയും ഇവിടെ നടക്കുന്നു. ഇന്നും വൈകിട്ട് ദിനേശ് ഓഡിറ്റോറിയത്തിലുമായി നടക്കുന്ന ഇനോഗ്രൽ സെറിമണിയുടെ ഭാഗമായി ശ്രീ K സുധാകരൻ MP, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ MLA, ശ്രീമതി KK ശൈലജ ടീച്ചർ MLA, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ശ്രീ B ശിവദാസൻ MP, ശ്രീ P സന്തോഷ് കുമാർ MP, ശ്രീ TI മധുസൂദനൻ MLA, ശ്രീ സജീവ് ജോസഫ് MLA, ശ്രീ KB സുമേഷ് MLA, ശ്രീ M വിജിൻ MLA, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ പ്രകാശൻ വയനാട്, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ DK ഷൈജു, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ MB ജയരാജൻ, GCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ N ഹരിദാസൻ, പ്രശസ്ത സിനിമാ താരം ശ്രീ ശങ്കർ, മലയാളി സമാജം ഇന്തോനേഷ്യ പ്രസിഡന്റ് ശ്രീ ബെന്നി വാഴപ്പിള്ളി, COA ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ PV, COA സംസ്ഥാന ട്രഷറർ ശ്രീ ബിനു ശിവദാസ്, പ്രസ് ക്ലബ് കണ്ണൂർ പ്രസിഡന്റ് ശ്രീ B സുനിൽ കുമാർ, ചേംബർ ഓഫ് കൊമേഴ്സ്
President Sri T.K. Ramesh Kumar, Talashiri Plus Club Secretary Sri Nawaz Mehta, Kerala Vision Chairman Sri K. Govindan, News Malayalam 24/7 Chairman Sri Abu Bakar Siddiq, SICO President Sri K. Vijay Krishna, COA Samsthana Executive കണ്ണൂർ വിഷൻ ടവർ ഉദ്ഘാടനം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും COA നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു. COA സംസ്ഥാന സെക്രട്ടറി ശ്രീ നിസാർ കോയപ്പറമ്പൻ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ അനിൽ മംഗലത്ത്, COA ജില്ലാ ട്രഷറർ ശ്രീ ശശികുമാർ AV, COA സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സജീവ് കുമാർ K, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ദിനേശൻ NK, ശ്രീ ശശികുമാർ D, PDIC ലിമിറ്റഡ് MD ശ്രീ പ്രശാന്ത് KO, കണ്ണൂർ വിഷൻ MD ശ്രീ പ്രദീപൻ KK, KTS MD ശ്രീ വിനയകുമാർ എന്നിവരും പങ്കെടുക്കുന്നു. ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് COA ജില്ലാ സെക്രട്ടറി ശ്രീ വിജീഷ് MR അവരുകളാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസൻസും സപ്പോർട്ടും തന്നെയാണ് കണ്ണൂർ വിഷനെ ഇത്രയും നാളും ഹൃദയത്തോടും ചേർന്ന് പിടിച്ച പ്രിയങ്കരായ കണ്ണൂരുകാരാണ് നമ്മളെ അതിഥികളായിട്ട് കൂടുതലായിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളും അതിലുള്ള മറ്റ് മെമ്പേഴ്സും ഒരുപാട് ആളുകൾ നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. COA കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസ് സ്റ്റുഡിയോ, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾക്കറിയാം നമ്മുടെ കണ്ണൂർ ജില്ലയുടെ സൗത്ത് കണ്ണൂരിലായിരുന്നു ഇത്രയും നാളും ബിൽഡിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ വിഷന്റെ ബിൽഡിംഗ്. പുതുതായിട്ട് 15 വർഷത്തിന് ശേഷം പുതുതായിട്ടുള്ള ഓൺ ബിൽഡിങ്ങിലേക്ക് സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു സന്തോഷ വിവരം ഈ മനോഹരമായ മുഹൂർത്തത്തിൽ നിങ്ങൾ ഏവരെയും അറിയിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ നമ്മൾക്കറിയാം. ലോകമെമ്പാടുമുള്ള ഭാരതീയർ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്ന കണ്ണൂരിന് അഭിമാനമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂർ വിഷൻ ടവറിന്റെ ബിൽഡിംഗ് ടൂറും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓണററി മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അതിനുശേഷം വേദിയിലുള്ള കാര്യപരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഹാളിൽ സീറ്റിംഗ് ലിമിറ്റഡ് ആണ്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധയോട് കൂടി നിൽക്കുക. ട്രാഫിക് ഒരുപാടുള്ള മെയിൻ ഹൈവേ തന്നെയാണിത്. അപ്പോൾ വാഹനങ്ങൾ പോകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകാതെ ഹാളിന്റെ ഭാഗത്ത് തന്നെയായിട്ട് എല്ലാവരും കയറി നിൽക്കാനുള്ള കാര്യം കൂടി ഒന്ന് അറിയിക്കുകയാണ്. കണ്ണൂർ വിഷൻ ടവറിന്റെ ഇനോഗ്രൽ സെറമണി നിർവഹിച്ചിരിക്കുന്നത് ഓണറബിൾ മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് അവറുകളാണ്. ഭദ്രദീപം തെളിയിച്ചിരിക്കുന്നത് ഓണറബിൾ മിനിസ്റ്റർ ശ്രീ
ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ KV സോളാർ ലോഞ്ചിങ് നിർവഹിച്ചിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ അവർ കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ NOCയുടെ ഇനോഗ്രൽ സെറമണിയും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ കേബിൾ ടിവിയിൽ രാജ്യത്ത് 5ാം സ്ഥാനം, ബ്രോഡ്ബാൻഡ് വ്യവസായത്തിൽ 7ാം സ്ഥാനം എന്ന അഭിമാന നേട്ടം നമ്മുടെ കേരള വിഷന് സ്വന്തമാണ്. കേരള വിഷന്റെ തന്നെ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറാണ് പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് BDIC ലിമിറ്റഡ്. ജില്ലയിലെ ജനഹൃദയങ്ങളിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ ചാനലാണ് കണ്ണൂർ വിഷൻ. സോ COA കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസ് ആൻഡ് സ്റ്റുഡിയോ, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം NOC എന്നീ സ്ഥാപനങ്ങൾ പുതുതായിട്ട് ഒരു കെട്ടിടത്തിലേക്ക് മാറുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. സോ കണ്ണൂർ വിഷന്റെ ഓഫീസ് സൗത്ത് ബസാർ കഴിഞ്ഞ 15ഓളം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. അതൊരു വാടക കെട്ടിടമായിരുന്നു. സ്വന്തമായിട്ട് ഒരു ബിൽഡിങ്ങിലേക്ക് ഇത്രയും സ്ഥാപനങ്ങൾ ഒരുമിച്ച് മാറിയിരിക്കുകയാണ്. റിബൺ കട്ടിംഗ് ഉൾപ്പെടെയുള്ള ഇനോഗ്രൽ സെറിമണി കഴിഞ്ഞു. അതിന്റെ ഭാഗമായുള്ള ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായുള്ള വേദിയിലെ കാര്യപരിപാടികളിലേക്കാണ് നമ്മളിവിടെ കടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഓണറബിൾ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ഇവിടെ ചടങ്ങിലേക്ക് നമ്മളോടൊപ്പം എത്തിച്ചേരുന്നതാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഇന്ന് വൈകിട്ട് ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മെഗാ ഇവന്റിലേക്ക് കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു ഇനോഗ്രൽ സെറിമണിക്ക് നിങ്ങൾ തന്ന ഈ ഒരു സപ്പോർട്ടും നിങ്ങളുടെ പ്രസൻസും മെഗാ ഇവന്റിനും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസൻസും സപ്പോർട്ടും തന്നെയാണ് ഇത്രയും കാലമുള്ള നമ്മളുടെ കേരള വിഷന്റെ ആണെങ്കിലും കണ്ണൂർ വിഷന്റെ ആണെങ്കിലും വളർച്ചയ്ക്ക് പിന്നിലുള്ള ഏറ്റവും വലിയ സക്സസ് പില്ലർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയാം. കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രൽ സെറിമണിയുടെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാം ലൈവായിട്ട് കണ്ണൂർ വിഷൻ ചാനലിൽ കാണാൻ സാധിക്കും. ലൈവ് റിപ്പോർട്ട് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് വൈകുന്നേരത്തെ മെഗാ ഇവന്റിൽ സക്സസ് സ്റ്റോറിയുടെ 100 എപ്പിസോഡ് പിന്നിടുന്നതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ കൂടി നടക്കുകയാണ്. അതുപോലെ തന്നെ മെഗാ മ്യൂസിക്കൽ ഇവന്റും കോമഡി നൈറ്റും ഡാൻസ് പ്രോഗ്രാമും ഉൾപ്പെടെയുള്ള എന്റർടൈൻമെന്റ്സ് പ്രോഗ്രാം കൂടി ഇന്നത്തെ ഇനോഗ്രൽ സെറിമണിയുടെ ഭാഗമായി നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. കോമഡി ആർട്ടിസ്റ്റുകളായ ജിനു കോട്ടയം ഉൾപ്പെടെയുള്ള ടീമിന്റെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ്, പ്രജന ടീമിന്റെ ഡാൻസ് പ്രോഗ്രാം, മഹേഷ് കുഞ്ഞുമോന്റെ മിമിക്രി മോണോ ആക്ട് ഉൾപ്പെടെയുള്ള പ്രോഗ്രാംസ്, ഫോക്ക് മ്യൂസിക് അതുൽ നറുക്കരയുടെ പ്രോഗ്രാം, രാജേഷ് കടവന്ത്രയുടെ വൺ മാൻ ഷോ എന്നിവയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രസൻസ് ഈവനിങ് 5 മണിയോടുകൂടി ദിനേശ് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്ന മെഗാ ഇവന്റിനും പ്രതീക്ഷിക്കുന്നു. കണ്ണൂർ വിഷന്റെ ടവറിൽ നിന്നുള്ള രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ കണ്ണൂർ വിഷൻ ടവർ ആ ബിൽഡിംഗ് വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓണറബിൾ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ടാതിഥികളും അവിടെ നിന്ന് നേരെ നമ്മുടെ ഈ ഒരു വേദിയിലേക്ക്
സോ കണ്ണൂർ വിഷൻ ചാനൽ ലൈവ് പോകുന്നതിൻ്റെയും അത് മുന്നേ ഉണ്ടായിരുന്ന പ്രോഗ്രാമിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ വോളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേദിയിലുള്ള പ്രോഗ്രാംസ് നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈവ് പ്രോഗ്രാം മോസ്റ്റ്ലി നമ്മുടെ ന്യൂസ് ചാനലിലും മറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇവിടെ നടക്കുന്ന കാര്യപരിപാടികൾ കാണാനായിട്ട്. ജനഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ കേരള വിഷന്റെ കണ്ണൂർ കേരള വിഷന്റെ തന്നെ മലയാളം ന്യൂസ് 24/7 എല്ലാ ചാനലിന്റെയും ഭാരവാഹികൾ ഉൾപ്പെടെ ഇന്നത്തെ ചടങ്ങിന് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയാണ്. Operators Association, COA, കേരള വിഷൻ, ഈ രണ്ടും കേൾക്കാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിലേക്ക് ഇവിടെയുള്ള ഒരാൾ പോലും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും വർഷങ്ങളായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ കേരള വിഷന്റെ തന്നെ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടർ പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ IC ലിമിറ്റഡ്, അതുപോലെ തന്നെ ജില്ലയിലെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കണ്ണൂർ വിഷൻ ചാനൽ. കണ്ണൂർ വിഷന് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് തന്നെ നമ്മുടെ ഹൈവേയിൽ തന്നെ കണ്ണൂർ ഹൈവേയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കണ്ണൂർ വിഷന്റെ ഓഫീസും സ്റ്റുഡിയോയും കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും കേരള വിഷൻ നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ എന്നിവരെ ആദരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും കണ്ണൂർ വിഷന്റെയും പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് KP സഹദേവൻ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സുരേഷ് കുമാർ, ട്രഷറർ ബിനു ശിവദാസ്, ടിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ രജേഷ് അച്ചാണി, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, COA ജില്ലാ സെക്രട്ടറി രജീഷ് M, ട്രഷറർ UV ശശികുമാർ, PDIC MD KO പ്രശാന്ത്, PTS MD KV വിനയകുമാർ, കണ്ണൂർ വിഷൻ MD KK പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ